നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ഷയ എൻ്റർപ്രണർ സെലക്ഷൻ എക്സാം എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളും റിസൾട്ട് ഹോൾഡ് ആയ വിവരം ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് ഒരു കാര്യമാണ്. WPC നമ്പർ 1107/2026 എന്ത് കേസാണ്? റിസൾട്ട് എത്ര ദിവസം വൈകും? എക്സാം ക്യാൻസൽ ആകുമോ? ഇന്നത്തെ വീഡിയോയിൽ അതാണ് വിശദമായി പറയുന്നത്. ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം 2026 മെയ് 17 നടത്തിയ അക്ഷയ എൻ്റർപ്രണർ OMR പരീക്ഷയുടെ ഫലപ്രഖ്യാപനം കേരള ഹൈക്കോർട്ടിൽ പരിഗണനയിലുള്ള WPC നമ്പർ 1107/2026 കേസിലെ വിധിക്ക് ശേഷമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അതായത് റിസൾട്ട് ഇപ്പോൾ ടെമ്പററി ആയി ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇത് എക്സാം ക്യാൻസൽ നോട്ടിഫിക്കേഷൻ അല്ല. ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം റിസൾട്ട് ഹോൾഡ് ആണ്. കോർട്ട് ഓർഡർ കാത്തിരിക്കുന്നു. സെലക്ഷൻ പ്രോസസ് പൂർണ്ണമായി നിർത്തിയതായി അറിയിപ്പില്ല. എക്സാം ക്യാൻസൽ പ്രഖ്യാപിച്ചിട്ടില്ല. റീ എക്സാം അറിയിപ്പില്ല. ഇപ്പോൾ പലർക്കുമുള്ള ഒരു സംശയം, കേസ് വന്നതുകൊണ്ട് എക്സാം വീണ്ടും നടത്തുമോ? ഇപ്പോൾ അതിനെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. മറ്റൊരു ചോദ്യം, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ നിർത്തണോ? എൻ്റെ അഭിപ്രായത്തിൽ പ്രിപ്പറേഷൻ തുടരുന്നത് നല്ലതാണ്. കാരണം കോടതി വിധിക്ക് ശേഷം സെലക്ഷൻ പ്രോസസ്സ് വീണ്ടും മുന്നോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലതരത്തിലുള്ള വിവരങ്ങൾ വരുന്നു. റിസൾട്ട് ക്യാൻസൽഡ്, എക്സാം ക്യാൻസൽഡ്, റീ എക്സാം കൺഫേംഡ്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ലാതെ വിശ്വസിക്കരുത്. കോടതി വിധിക്ക് ശേഷമാണ് റിസൾട്ട്, ഇൻ്റർവ്യൂ, റാങ്ക് ലിസ്റ്റ് എന്നിവയെക്കുറിച്ച് വ്യക്തത ലഭിക്കുക. WPC നമ്പർ 1107/2026 സംബന്ധിച്ച് ഞാൻ പരിശോധിച്ചു. പക്ഷേ പബ്ലിക് കേസ് സ്റ്റാറ്റസ് ആയി ഹിയറിംഗ് ഡേറ്റ്, നെക്സ്റ്റ് പോസ്റ്റിംഗ് ഓർഡർ ഡീറ്റെയിൽസ് ഇപ്പോൾ ലഭിക്കുന്നില്ല. നേരിട്ട് കേസ് സ്റ്റാറ്റസ് സെർച്ചിൽ കാണുന്നില്ല. എന്നാൽ അക്ഷയ സെലക്ഷനെ കുറിച്ചുള്ള ഹൈക്കോർട്ട് കേസ് വാർത്തകൾ പ്രകാരം പുതിയ അക്ഷയ സെൻറ്റർ അലോക്കേഷൻ, ട്രാൻസ്പെറൻസി, ഡിസബിലിറ്റി റിസർവേഷൻ തുടങ്ങിയ വിഷയങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇത് അക്ഷയ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനെ ബാധിക്കുന്ന വിഷയമായിരിക്കാം. നിങ്ങൾക്ക് കേസിൻ്റെ എക്സാക്റ്റ് സ്റ്റാറ്റസ് നോക്കാൻ കേരള ഹൈക്കോർട്ട് കേസ് സ്റ്റാറ്റസ് പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്. ഡയറക്റ്റ് ലിങ്ക് https://ckeinfo.keralacourts.in/digicourt/case details search. ഈ ലിങ്കിൽ പോയി കേസ് സ്റ്റാറ്റസ്, സെർച്ച് ബൈ കേസ് നമ്പർ കൊടുക്കുക. സെലക്ട് കേസ് ടൈപ്പ് WPC എന്നും കേസ് നമ്പർ 1107/20 എന്നും ഇയർ 2026 എന്നും കൊടുക്കുക. WPC നമ്പർ 1107/2026 കേസുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് അപ്ഡേറ്റ്, കോർട്ട് ഓർഡർ, റിസൾട്ട് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതായിരിക്കും. സെർച്ച് ലൈവായി നോക്കാം. ക്രോം അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്ത് സെർച്ച് ലിങ്ക് കൊടുക്കുക. പേജ് ഓപ്പൺ ചെയ്ത് വന്നാൽ കേസ് നമ്പർ, കേസ് ഡീറ്റെയിൽസ് സെർച്ചിൽ കേസ് സ്റ്റാറ്റസ്, കേസ് നമ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പേജ് ഓപ്പൺ ചെയ്ത് വന്നാൽ കേസ് ടൈപ്പ് WPC എന്നും കേസ് നമ്പർ 11070 എന്നും ഇയർ 2026 എന്നും കൊടുക്കുക. കപ്പാച്ച ടെക്സ്റ്റ് ആഡ് ചെയ്യുക. സെർച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കേസിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അത് വായിച്ചു നോക്കുക. കോർട്ട് ഓർഡർ ഡീറ്റെയിൽ ആയി കാണാൻ ഓർഡർ നമ്പർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. കോർട്ട് ഓർഡർ പേജ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഓർഡർ വായിച്ചു നോക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി.